ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാൻഡ് സ്ട്രീമറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വണ്ടിയിൽ എങ്ങനെ കൂളൻ്റ് ടോപ്പപ്പ് ചെയ്യാന്നുള്ള കാര്യമാണ്. ഇത് ടോപ്പപ്പിനെ പറ്റിയാണ് പറയുന്നത്. ഫുള്ള് കൂളൻ്റ് റീപ്ലേസ് അല്ല, ജസ്റ്റ് ടോപ്പപ്പ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാണ്ട്, നോർമൽ വണ്ടിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂളൻ്റ് ലീക്ക് വരാൻ പാടില്ല. നിങ്ങൾ നല്ല ലീക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് കൂളൻ്റ് സിസ്റ്റത്തിൽ, അപ്പോൾ നമ്മൾ സർവീസ് സെൻറ്ററിൽ പോയിട്ട് ചെക്ക് ചെയ്യാണ് വേണ്ടത്. ഇത് അല്ലാത്ത കേസിൽ നമ്മൾ ഒരു വട്ടം ടോപ്പപ്പ് ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ ലീക്ക് വരുന്നുണ്ടെങ്കിൽ, ലീക്ക് നമ്മൾ നോട്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇഷ്യൂ ഉണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ എന്തായാലും സർവീസ് സെൻറ്ററിൽ പോയി ചെക്ക് ചെയ്യണം. എൻ്റെ വണ്ടി മിറ്റ്സുബിഷി പജീറോ ആണ്. അപ്പം നമ്മൾ കൂളൻ്റൊക്കെ ഒറിജിനൽ കൂളൻ്റാണ് യൂസ് ചെയ്യുന്നത് ബെറ്റർ. ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കെമിക്കലൊക്കെ ആഡ് ചെയ്തിട്ട് വരുന്ന കൂളൻ്റാണ്. നമ്മൾ വില കുറവിന് വേണ്ടിയിട്ട് ലോക്കൽ കൂളൻ്റ് വാങ്ങി ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ എഞ്ചിൻ്റെ പാർട്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അലുമിനിയം കാസ്റ്റിംഗ് ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ കൊറോഷൻ വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ ഒറിജിനൽ കൂളൻ്റ് തന്നെ യൂസ് ചെയ്യുക. പിന്നെ ഇവിടെ നമ്മൾ മിഡിൽ ഈസ്റ്റിലായതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ആൻറ്റി ഫ്രീസ് കെമിക്കലും കൂടി ആഡ് ചെയ്തിട്ട് വരുന്ന കൂളൻ്റാണ് യൂസ് ചെയ്യുക. അപ്പോൾ ആംബിയൻ ടെമ്പറേച്ചർ തണുപ്പ് കൂടും തോറും അതിൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ട് ആൻറ്റി ഫ്രീസ് കെമിക്കലിൻ്റെ. അത് നോക്കിയിട്ടുള്ള കൂളൻ്റ് വേണം യൂസ് ചെയ്യാൻ. നമ്മൾ UAE-ലാണ്, ഇവിടെ പിന്നെ അങ്ങനെ തണുപ്പിൻ്റെ പ്രശ്നമില്ലാത്തതുകൊണ്ട് ആ ആൻറ്റി ഫ്രീസ് കോൺസെൻട്രേഷൻ നോക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ചെയ്യാൻ ഫസ്റ്റ് നമ്മൾ ബോണറ്റ് റിലീസ് ചെയ്യണം. ഇവിടെ നമുക്ക് ബോണറ്റ് റിലീസ് ചെയ്യാനുള്ള ലിവർ ഉണ്ട്, അത് നമ്മൾ ഓപ്പൺ ആക്കുക. പിന്നെ നമുക്ക് ബോണറ്റ് ഓപ്പൺ ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, കൂളൻ്റ് ടോപ്പപ്പ് ചെയ്യുമ്പോഴെപ്പോഴും ചേഞ്ച് ചെയ്യുമ്പോഴാണെങ്കിലും വണ്ടി നമ്മൾ ഹോട്ടായിട്ടുള്ള കണ്ടീഷനിൽ ചെയ്യരുത്. എഞ്ചിൻ വണ്ടി ഓഫ് ചെയ്തിട്ടിട്ട് സമയം 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എഞ്ചിനൊക്കെ തണുത്തതിന് ശേഷം വേണം നമ്മൾ കൂളൻ്റ് റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യാൻ. അതായത് ഇപ്പോൾ കൂളൻ്റ് റിസർവോയർ ടാങ്ക് ഓപ്പൺ ആക്കുകയാണെങ്കിലും പിന്നെ റേഡിയേറ്റർ ഓപ്പൺ ആക്കുകയാണെങ്കിലും വണ്ടി നന്നായി തണുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. നമുക്ക് ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ട് ചെയ്യാം. ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ റിലീസ് ലിവർ അവിടെ പ്രസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സേഫ്റ്റി ലിവർ ഉണ്ട് ബോണറ്റിൽ. അപ്പോൾ അത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, ടച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ആ സെൻറ്ററിൽ പ്രസ് ചെയ്തിട്ട് ലിഫ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു സപ്പോർട്ട് ലിവർ ഉണ്ട്, അതിവിടെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യുക. പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് താഴേക്ക് വരും. അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ കൂളൻ്റ് റിസർവോയർ ടാങ്ക്. ഇത് റേഡിയേറ്റർ ക്യാപ്പാണ്. ഇത് നമുക്ക് അഴിക്കേണ്ട ആവശ്യമില്ല. ടോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റേഡിയേറ്റർ ക്യാപ്പ് അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കൂളൻ്റ് റിസർവോയർ ടാങ്ക് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ലോ ഹൈ എന്ന് പറഞ്ഞ് മാർക്കിംഗ് ഉണ്ട്. അതിൽ കൂളൻ്റ് ശരിക്കും ഇതിൻ്റെ മിഡിലാണ് വേണ്ടത്. ഇപ്പോൾ ഇത് കുറച്ച് താഴ്ന്നിട്ടാണ്, അപ്പോൾ ഞാൻ കുറച്ച് ടോപ്പപ്പ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ അഴിക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് കാണാം, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അവർ, ഓപ്പൺ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇത് ജസ്റ്റ് തിരിച്ചാൽ മതി. തിരിച്ചു കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ലിഫ്റ്റ് ചെയ്തെടുക്കാം. ഇതാണ് റിസർവോയർ ടാങ്ക്. ഇനി നമ്മൾ കൂളൻ്റ് ഒഴിക്കാം. കൂളൻ്റ് തുറന്നുണ്ട്, നമ്മളിതിൽ ഒഴിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫണൽ വെച്ച് ഒഴിക്കുന്നതാണ് ഈസി. അപ്പോൾ നമുക്ക് അധികം പുറത്തേക്കൊന്നും പോകാതെ ഒഴിക്കാൻ പറ്റും. ഇത് നമ്മൾ ഫണലിപ്പോൾ ഇല്ലാത്ത കാരണം ഇങ്ങനെ ഒഴിക്കുന്നതാണ്. നിങ്ങൾ ബെറ്റർ ഒരു ഫണൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്ര പ്രശ്നം വരില്ല, കറക്റ്റായിട്ട് ഒഴിക്കാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ലെവൽ ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മൾ തിരിച്ച് ഫിക്സ് ചെയ്യാൻ വേണ്ടി സെയിം തന്നെ ജസ്റ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിച്ചാൽ മതി. നമ്മൾ നേരത്തെ തിരിച്ചാണ്ട് ജസ്റ്റ് ഓപ്പോസിറ്റ്. പിന്നെ ഓയിൽ ചെയ്യുന്നത് അപ്പം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളിത് ക്ലോസ് ചെയ്യണം. ഈ ലിവർ തിരിച്ച് വെക്കുക കറക്റ്റ് പൊസിഷനിൽ. പിന്നെ ബോണറ്റ് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ചില ആൾക്കാർ പറയും നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്യാൻ പറയും. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് കംപ്ലൈൻ്റ് ആണ് ബോണറ്റിന്. ശരിക്കും റെക്കമെൻഡ് മറ്റേതെന്ന് പറയുന്നത് നമ്മളൊരു 20 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ പിടിച്ചതിന് ശേഷം ഇങ്ങനെ ക്ലോസ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിങ്ങനെ വിടുമ്പോൾ ക്ലോസ് ആയിട്ടില്ലെങ്കിൽ തിരിച്ചെടുത്തിട്ട് കുറച്ചുകൂടി ഹൈറ്റിൽ നിന്ന് റിലീസ് ചെയ്യാം. അപ്പോൾ അത് ഓട്ടോമാറ്റിക് ക്ലോസ് ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു പുതിയ ചാനലാണ് സാൻഡ് സ്ട്രീമർ എന്ന് പറഞ്ഞിട്ട്. മെയിനായിട്ട് നമ്മൾ ഓഫ് റോഡ് ഒക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് വണ്ടിയിൽ. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കുറേ വരും. പിന്നെ അതുപോലെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടെക്നിക്കൽ കാര്യങ്ങളും ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.